സുരേഷ് ഗോപിയെ പോലെ ഒരു മന്ത്രിയെ ഇന്ന് വരെ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കുടുംബശ്രീയിലെ ജീവനക്കാർക്ക് കൊടുക്കുന്നു. അവർക്ക് ഓണം ആഘോഷിക്കാനായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു. അത് 1000-ഓ 2000-ഓ ഒന്നുമല്ല, ഏകദേശം ഒരു 32 ലക്ഷത്തോളം രൂപയാണ് സുരേഷ് ഗോപി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിയും അല്ലെങ്കിൽ ഒരു MLA പോലും ചെയ്യാത്തൊരു കാര്യമാണ് സുരേഷ് ഗോപി ചെയ്തത്. പക്ഷേ കാര്യമെല്ലാം കഴിയുമ്പോൾ ഒരു കരിവേപ്പിലെ പോലെ സുരേഷ് ഗോപിയെ എടുത്ത് പുറത്തേക്ക് എറിയുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിപ്പോൾ മാധ്യമങ്ങളായാലും എന്തും ഏതും ആവശ്യത്തിന് നേരെ സുരേഷ് ഗോപിയുടെ അടുത്തെത്തും. കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ സുരേഷ് ഗോപിയെ അവസാനം കരിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് എറിയുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഇത്രയും നാൾ, അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ അന്നു മുതൽ കണ്ടുവരുന്നത്. പറഞ്ഞു വരുന്നത്, സംസ്ഥാന ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാരുടെ 5 മാസത്തെ ശമ്പള കുടിശ്ശിക വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്പോട്ടിൽ തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ശമ്പളം ലഭിക്കാതെ ഓണം ആഘോഷിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ജീവനക്കാരുടെ ദുരിതം അത് മനസ്സിലാക്കി പണം ഉടൻ വിതരണം ചെയ്യാനും പിന്നീട് ആ തുക അക്കൗണ്ടിലേക്ക് തിരികെ ക്രമീകരിക്കാനും അദ്ദേഹം കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ കുടുംബശ്രീ ജീവനക്കാരാണ് പരാതിയുമായി സുരേഷ് ഗോപിയുടെ മുന്നിലെത്തിയത്. 5 നിമിഷത്തിനുള്ളിൽ ഒരു പരിഹാരം അവർക്ക് സുരേഷ് ഗോപി ചെയ്തു കൊടുക്കുകയും ചെയ്തു. ജീവനക്കാരുടെ പരാതി കേട്ട അദ്ദേഹം 32 ലക്ഷം രൂപ ഉടനടി തന്നെ നൽകുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്, വൈറലാണ്. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതോടെ വാടക വീടുകളിൽ കഴിയുന്നവരും അന്നന്നത്തെ ശമ്പളത്തിൽ ജീവിക്കുന്നവരുമായ തങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. കടം വാങ്ങി വീർപ്പ് മുട്ടിയ വ്യക്തികളാണ് നമ്മൾ. ഇനിയും കടം തരാൻ പോലും ആരുമില്ലെന്നും ഇവർ വ്യക്തമായി പറയുന്നുണ്ട്. തങ്ങൾക്ക് ഓണത്തിന് ശമ്പളം മുടക്കം വരുത്തരുതെന്നും എത്രയും വേഗം തുക അനുവദിക്കണമെന്നും ജീവനക്കാർ പറയുന്നുണ്ട്. ഓണക്കോടി എടുത്തില്ലെങ്കിലും കുറച്ച് വാഴയിലയിൽ കുറച്ച് സദ്യ ഉണ്ണാനെങ്കിലും, കുടുംബത്തോടൊപ്പം വരുന്ന കുറച്ച് സദ്യ ഉണ്ണാനെങ്കിലുമുള്ള തുക തരണമെന്നാണ് കുടുംബശ്രീയുടെ ജീവനക്കാർ സുരേഷ് ഗോപിയോട് പറഞ്ഞത്. തുടർന്നാണ് ജീവനക്കാരുടെ ദുരിതം കണ്ട് കേന്ദ്രമന്ത്രി അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയത്. അതല്ല, ഇപ്പോൾ എത്രയാണ് അവർക്ക് നൽകാനുള്ളത്? ഓണത്തിന് മുമ്പ് നൽകാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ പറ്റുമോ? അതായത് ഉത്രാടത്തിന് തലേദിവസം തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിലേക്ക് നൽകാൻ പറ്റുമോ എന്നാണ് സുരേഷ് ഗോപി കുടുംബശ്രീയിലെ ഉന്നത ജീവനക്കാരോട് ചോദിച്ചത്. നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കാശ് എത്രയാണ് എന്ന് സുരേഷ് ഗോപി ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. ടൂറിസം ഫണ്ടിൽ നിന്നും വരാനുള്ള തുകയുടെ ആദ്യത്തെ 1.5 മാസത്തെ തുക അവർ നൽകിയിട്ടുണ്ടെന്നും ബാക്കി തുക നാളെയോ തിങ്കളാഴ്ചയോ ആയി അക്കൗണ്ടിൽ എത്തും വിധം അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് അധികൃതർ മറുപടി നൽകിയത്. തുടർന്ന് 54 പേർക്ക് ഓണം ആഘോഷിക്കാനായി അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും 32 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നൽകി. 5 മാസത്തെ ശമ്പളം മുടങ്ങിയത് മൂലം 52 പേർക്ക് നൽകാനായി 32 ലക്ഷം രൂപയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ നൽകുന്നതെന്നാണ് സുരേഷ് ഗോപി അവരോട് പറഞ്ഞത്. എനിക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ നമുക്ക് അനാവശ്യമായി സമ്മർദ്ദം ചെലുത്താതിരിക്കാം. നിങ്ങളുടെ കൈവശമുള്ള ഈ പണം ആഘോഷത്തിനായി ഇവർക്ക് നൽകുക. പിന്നീട് ആ തുക അക്കൗണ്ടിലേക്ക് തിരികെ ഇടാമെന്നും നിങ്ങൾ ഉറപ്പ് നൽകിയാൽ മതിയെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് ജീവനക്കാർ വ്യക്തമാക്കി. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുകയാണെന്നും കുടുംബശ്രീയിലെ ജീവനക്കാർ പറയുന്നു. വാടക വീട്ടിൽ താമസിക്കുന്നവരും അതാത് ദിവസത്തെ വേല ചെയ്ത് ജീവിക്കുന്നവരുമാണ് ഞങ്ങൾ. അന്നന്ന് കഴിയാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഞങ്ങൾ പലരോടും കടം വാങ്ങി ഇപ്പോൾ കടം തരാൻ പോലും ആരുമില്ല. ഇപ്പോൾ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും സഹായം ചെയ്തു തന്നതിന് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ആലപ്പുഴ നഗരസഭയിലെ ഡെസ്റ്റിനേഷൻ ഫണ്ട് സംസ്ഥാനത്ത് 14 ജില്ലകളിലും ആർക്കും ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയിൽ PV രാജേഷും ആശാനാഥും ഒരു ചരിത്രം കുറിച്ചു. വർഷങ്ങളായി ഹരിതകർമ്മസേന, അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ കോർപ്പറേഷനിലെ താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയൊക്കെ ഒരു ഓണത്തിനൊരു ആദരം നൽകുന്ന ഒരു രീതിയാണ് PV രാജേഷ് ഇന്ന് ചെയ്തത്. അതായത് അവർക്ക് ഓണക്കോടിയും, ആണുങ്ങൾക്ക് ഷർട്ടും മുണ്ടും, സ്ത്രീകൾക്ക് സാരിയും, അതോടൊപ്പം തന്നെ ഓണത്തിനുള്ള സദ്യ കിറ്റ് അതെല്ലാം കൂടെ വച്ചിട്ട് അവർക്കിന്ന് രാവിലെയോടുകൂടി സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു ഒരു 1.5 മണിക്കൂർ നീണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഹരിതകർമ്മസേനയിലെ ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതായത് ഇന്നേ വരെ വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷമൊക്കെ മാറി ഭരിക്കുന്നു. ആരും നമ്മളെ ഇന്ന് വരെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പരിഗണന പോലും തന്നിട്ടില്ല. പക്ഷേ BJP വന്നു, PV രാജേഷ് മേയറാവുന്നു, ആശാനാഥ് മേയറാവുന്നു, ഒരു പരിഗണന അവർ നമുക്ക് തരുന്നുവെന്ന് ഹരിതകർമ്മസേന നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്. അപ്പോൾ
ഇവരെല്ലാവരും ഒരേ ട്രാക്കിലേക്ക് പോകുന്നു. അതായത് അതിൻ്റെ അർത്ഥം 2-3 ദിവസം മുമ്പേ വി രാജേഷ് പറഞ്ഞൊരു കാര്യം, ഒത്തൊരുമിച്ച് എല്ലാവരും ഒന്നിച്ച് ഈ തോണി ഇങ്ങനെ ഒഴുക്കുകയാണ്. അതായത് കപ്പൽ, ഈ വീണ ജോർജ് പറഞ്ഞതുപോലെ ഈ കപ്പൽ ആടി ഉലയും എന്നൊക്കെ വീണ ജോർജ് പറയുന്നുണ്ട്. അന്ന് നിയമസഭയിൽ വെച്ചിട്ട് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ കപ്പൽ ഒരിക്കലും ഇനി ആടി ഉലയില്ല 5 വർഷം വരെ. കാരണം ഒരു ശക്തമായ ഒരു ട്രാക്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുള്ള ഒരു നീക്കമാണ് നടത്താൻ പോകുന്നതെന്ന് ഇതോടുകൂടി നമുക്ക് മനസ്സിലായിരിക്കുകയാണ്.